എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹപ്രമാണി ഉറക്കുണർന്നു. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദവാക്യമാണ് നാം വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാം, ചില വർഷങ്ങളായി, ചില നാളുകളായി ലക്ഷണം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ ഭൂതത്തെ പൗലോസ് ശാസിക്കുവാൻ തക്കവണ്ണം തയ്യാറായി. പ്രൈസ് ദി. അതിൻ്റെ മുമ്പിലത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായി കഴിയുന്നു. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടുത്തെ എങ്ങും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൾ തങ്ങളുടെ യജമാനന്മാർക്ക് വളരെയധികം ലാഭം വരുത്തി കൊടുത്തവളായിരുന്നു. എന്നാൽ പൗലോസ് എപ്പോഴാണോ ഇവിടെയുള്ള ഭൂതത്തെ ശാസിക്കാൻ തക്കവണ്ണം തയ്യാറായത്, യജമാനന്മാർക്ക് മനസ്സിലായി അവരുടെ ലാഭം പോയി. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇവരെ രണ്ടുപേരെയും, പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു. അവരെ പ്രൈസ് ദി ലോർഡ് അടിച്ചു. അവരുടെ വസ്ത്രം ഉരിഞ്ഞു. അവരെ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. രക്തം വാർന്ന അനുഭവത്തിൽ പ്രൈസ് ദി ലോർഡ് അവരെ ആമത്തിലിട്ട്, കയ്യും കാലും ആമത്തിലിട്ട് പൂട്ടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും രാത്രിയിൽ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. കൈകളെയും കാലുകളെയും ബന്ധിച്ചെങ്കിലെയും അവർ നാവിനെ ബന്ധിച്ചിട്ടില്ലാത്തത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങുകയും ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയും കാരാഗൃഹത്തിൻ്റെ വാതിലൊക്കെയും തുറന്നു പോകുന്ന അനുഭവങ്ങളൊക്കെയും അവിടെ നമുക്ക് കാണുവാനായി കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, കാരാഗൃഹ പ്രമാണി പ്രൈസ് ദി ലോർഡ് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിക്കുകയാണ്. കാരണം കാരാഗൃഹത്തിൽ എല്ലാവരും പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായ കാരാഗൃഹ പ്രമാണി വാളൂരി തന്നെത്താനെ കൊല്ലുവാൻ ഭാവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. കാരാഗൃഹ പ്രമാണി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുൻപിൽ വീണു. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുൻപിൽ വീണു. ഞാനൊരു ദൂതനെ ഇങ്ങനെ കൈമാറാം. പ്രൈസ് ദി ലോർഡ്. അന്യായത്തിന് കൂട്ടുനിന്ന ചിലത് വീഴാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. നിങ്ങളുടെ ആമേൻ ദൈവപ്രവൃത്തിയായി മാറും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെതിരെ അന്യായത്തിന് കൂട്ടുനിന്ന ചിലത്, നിങ്ങൾക്കെതിരെ അന്യായം പറഞ്ഞുണ്ടാക്കിയ ചിലത്, നിങ്ങൾക്കെതിരെ വിരോധമായി വിരൽ ചൂണ്ടിയ ചിലത്, നിങ്ങളെ പ്രൈസ് ദി ലോർഡ് അന്യായമായി ഉപദ്രവിച്ച ചിലത്, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്കെതിരെ അന്യായം പറഞ്ഞതിന്, നിങ്ങളുടെ ന്യായത്തെ മറിഞ്ഞു കളഞ്ഞ ചിലത് നിങ്ങളുടെ മുമ്പിൽ വീഴാൻ പോകുന്നുവെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രമൊന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളുടെ ന്യായത്തെ മറിച്ചു കളഞ്ഞ ചിലത്, പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്കെതിരെ അന്യായത്തിന് കൂട്ടുനിന്ന ചിലത്, പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു, അന്യായത്തിന് കൂട്ടുനിന്ന ചിലത് നിങ്ങളുടെ കാൽക്കൽ വീഴുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. അവിടെ പറയുന്നു, അവൻ വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണെന്ന്. ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. വചനം വ്യക്തമായിട്ട് പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നു, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ മക്കൾ വണങ്ങിക്കൊണ്ട് നിന്റെ അടുക്കൽ വരും. വണങ്ങിക്കൊണ്ട്. എങ്ങനാ വരുന്നത്? വണങ്ങിക്കൊണ്ട്. വിശ്വസിച്ചോ? വണങ്ങിക്കൊണ്ട്. ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. നിന്നെ ക്ലേശിപ്പിച്ചവർ വണങ്ങിക്കൊണ്ട് വരുമെന്ന്, നിന്നെ ദുഃഖിപ്പിച്ചവർ വണങ്ങിക്കൊണ്ട് വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഒരൊറ്റ ആമേൻ ആ ദൈവ പ്രവൃത്തിയെ ജീവിപ്പിക്കും, ആ വചനത്തെ ജീവിപ്പിക്കും. വിശ്വസിക്കുന്നവർ ഏറ്റു പറഞ്ഞോ, വിശ്വസിക്കുന്നവർ ആദരം തുറന്നു പറഞ്ഞോ, നിന്നെ ക്ലേശിപ്പിച്ചവർ വണങ്ങിക്കൊണ്ട് വരുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ഒരു സാഹചര്യത്തിനും പ്രശ്നത്തിനും പ്രൈസ് ദി ലോർഡ് എല്ലാ കാലത്തും നിങ്ങളെ ക്ലേശിപ്പിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടാക്കാൻ പറ്റത്തില്ല. വണങ്ങിക്കൊണ്ടുവരുന്ന നാളുകൾ അത് വിദൂരമല്ല.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വിശ്വസിച്ചോ, അതങ്ങനെ തന്നെ സംഭവിക്കും. ആകാശം മാറിപ്പോയാലും ഭൂമി കത്തിയെറിഞ്ഞാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവപ്രവൃത്തി ജീവിതത്തിനകത്ത് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വെളിപ്പാട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറി. പ്രൈസ്, എനിക്ക് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട്, പ്രൈസ് ദി ലോർഡ്, ചിലതൊക്കെ വീഴാൻ പോകുകയാണ്. നിങ്ങളത് കാണും, നിങ്ങളത് കാണും. പ്രൈസ് ദി ലോർഡ്. അന്ന് നിങ്ങൾ മനസ്സിലാക്കും ദൈവത്തിൻ്റെ വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ തള്ളിടാൻ ആഗ്രഹിച്ചത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ ആഗ്രഹിച്ചത്, പക്ഷെ ദൈവം അനുവദിക്കത്തില്ല. താങ്ങുന്ന ഒരു കരം കൂടെയുണ്ട്. ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. താങ്ങുന്ന ഒരു കരം നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തിയോടെ പൗലോസും ശീലാസും ഈ കാരാഗൃഹ പ്രമാണി അവരുടെ കാൽക്കൽ വീഴാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോയിരുന്നിട്ട് ഈ വചനം ധ്യാനിക്കണം. ഒരു വാക്ക് വായിക്കാതെ, ഈ വചനം ധ്യാനിക്കാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു അത്ഭുതം നടക്കും. നോക്കിക്കേ, പൗലോസും ശീലാസും കാരാഗൃഹ പ്രമാണി വിറച്ചുകൊണ്ട് അവരുടെ കാൽക്കൽ വീഴാൻ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അവരുടെ പ്രാർത്ഥന ചെയ്യേണ്ട പ്രവൃത്തിയെ ചെയ്തെടുത്തു. പലപ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ സ്തുതിച്ചാൽ, ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തിനറിയാം എവിടെയാ കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നാം ഒന്ന് ആരാധിച്ചാൽ അറിയാം ഈ ആരാധന എവിടെയാ കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിക്കാനും പറയാനൊന്നും പോകണ്ടെന്ന്, നമുക്ക് സംസാരിക്കാൻ ദൈവം ഉണ്ടെന്ന്. ഒരു പ്രാവശ്യം ചോദിച്ചതല്ലേ, 2 പ്രാവശ്യം ചോദിച്ചതല്ലേ, 3 പ്രാവശ്യം ചോദിച്ചതല്ലേ, നമുക്കുമില്ലേ അഭിമാനം? പ്രൈസ് ദി ലോർഡ്. ദൈവം ചോദിക്കും, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വാക്ക് ഇടപെടുന്നു കേട്ടോ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവം ആരെന്ന് നിങ്ങൾ അറിയാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ബുദ്ധിക്കകത്ത് ചിന്തിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ചിന്തയ്ക്കകത്ത് ഉൾക്കൊള്ളുന്നവനല്ല നമ്മളുടെ ദൈവം. അവൻ ആരെന്ന് നിങ്ങൾ അറിയാൻ പോകുകയാണ്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അവന്റെ പ്രവൃത്തിയെ തടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇന്ന് പകൽ നോക്കിക്കേ, പൗലോസിന്റെയും ശീലാസിന്റെയും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാ. അവരെ അടുപ്പിച്ചു. മുറിവുകളുണ്ടായി. മുറിവിന് നല്ല നീറ്റലുണ്ട്, ഭയങ്കര വേദനയുണ്ട്. കയ്യും കാലും ആമത്തിലിട്ട് പൂട്ടി. അനങ്ങാൻ പറ്റത്തില്ല. ഒന്ന് നിവരാൻ പറ്റുമോ? ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ഒന്ന് കിടക്കാൻ പറ്റുമോ? ഒന്ന് ചെരിയാൻ പറ്റുമോ? ഒന്നിനും പറ്റത്തില്ല. പക്ഷെങ്കിൽ അവർ പാടി സ്തുതിച്ചു. ആ ഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യത്തെ ഞാൻ പറയാം. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അങ്ങനെ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. അവർ പ്രാർത്ഥനാശീലമുള്ളവരായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അർദ്ധരാത്രിക്കും പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അർദ്ധരാത്രിക്ക് അവരുടെ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അവർ പോലും അറിയാതെ പാടി സ്തുതിച്ചത്. പ്രൈസ് ദി ലോർഡ്. രക്തം വാർന്നൊഴുകിയിട്ടും പ്രാർത്ഥന അവർ നിർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലവും പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകത്തെ ജനം പ്രാപിക്കണം. പ്രാർത്ഥന അത് പ്രാണവായുവാകണം. പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങില്ല. എന്തെല്ലാം വിഷയങ്ങൾ വന്നോട്ടെ, ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ, കർത്താവേ എന്നൊന്ന് സൂക്ഷിക്കണേ എന്ന് പോലും പറയാതെ കിടന്നുറങ്ങല് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. നേരം വെളുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം താങ്ങണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര രാത്രികളിൽ ഒരു സ്തോത്രം പോലെ പറയാൻ കഴിയാതെ നാം കിടന്നുറങ്ങി. ദൈവം കണക്കിടാതിരുന്നത് അവൻ്റെ വലിയ സ്നേഹമാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 3, 4, 5 മണിക്കൂർ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല ദൈവം നമ്മെ സൂക്ഷിക്കുന്നത്. അവൻ കാൽവറി നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാ. പിശാചിന് അവൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ അവിശ്വസ്തരായി പാർത്തപ്പോഴും സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായി പാർത്തു. അതവൻ്റെ സ്വഭാവമാ. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തത അതവൻ്റെ സ്വഭാവമാണ്.
അതവന് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയാണ്. പൗലോസും ശീലാസും കാണിച്ചു തന്ന മാതൃക. പ്രശ്നങ്ങൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, കൈയിനും കാലിനും ബന്ധിച്ചോട്ടെ, കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങൾ വന്നോട്ടെ, പ്രാർത്ഥിക്കാൻ മറക്കല്ല്, പ്രാർത്ഥിക്കാൻ മറക്കല്ല്. പ്രാർത്ഥന നിങ്ങളെ പുറത്തെടുക്കും. ഏത് സാഹചര്യത്തിൻ്റെ അകത്തു നിന്നും പ്രാർത്ഥന നിങ്ങളെ പുറത്തെടുക്കാൻ തക്കവണ്ണം തയ്യാറാകും. തീർന്നില്ല. എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു വാക്യത്തെ ഞാൻ നിങ്ങൾക്കായി കൈമാറാം. പ്രൈസ് ദി ലോർഡ്. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നാ ചോദിച്ചത്? വെളിച്ചം ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഉള്ളവരോടെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നാം വെളിച്ചം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നമ്മളോട് ചോദിക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താണോ അതവൻ നമ്മളിലേക്ക് പകർന്നെന്ന് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അടുത്ത വാക്ക്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അത് ചോദിച്ച് കാരാഗൃഹ പ്രമാണി വീഴുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവന് മനസ്സിലായി എനിക്കില്ലാത്ത എന്തോ ഇവരിലുണ്ടെന്ന്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ലോകം കാണണമെന്ന്, എനിക്കില്ലാത്ത എന്തോ ഇവർക്കൊന്നുണ്ടല്ലോ. അതൊന്ന് കാണണമെങ്കിൽ ആ ഒരു പവറിൽ, ആ ഒരു അധികാരത്തിൽ, ആ ഒരു വെളിച്ചത്തിൽ, ആ ഒരു പ്രകാശത്തിൽ ദൈവജനം നടക്കണോന്നേ. നമ്മൾ ജാതികളെയൊക്കെ കഷ്ടമാണ്. ജാതികൾക്ക് വിഷയം ഉണ്ടെങ്കിലും അവരൊക്കെ കുളിച്ചെറിഞ്ഞ ഒരു ചിരിയൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെയല്ല. എന്നാ പറയാനാ, നമ്മുടെ പോക്ക് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിച്ചത്തെ കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചം അങ്ങ് ചെല്ലുമ്പോൾ എത്ര കൂരിട്ടാണെങ്കിലും അവിടെ വെളിച്ചം പ്രകാശിക്കുന്നേ. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. ഇരുട്ടിനോട് ഓടി ഒളിക്കാൻ പറയണ്ട, ഇരുട്ടിനെ ശാസിക്കണ്ട. വെളിച്ചം നിന്ന് കഴിഞ്ഞാൽ ഇരുട്ട് താനേ പോകും. ആരും പറഞ്ഞേക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളുടെ അകത്ത് ഒരു വെളിച്ചത്തെ, അതല്ലെങ്കിൽ നമ്മളൊരു വെളിച്ചമാണെന്ന്, ലോകത്തിൻ്റെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളുമാണെന്ന് അത് നിങ്ങൾ ഉറയ്ക്കാൻ തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ വെളിച്ചം ചോദിച്ചിറങ്ങി. അപ്പോൾ എനിക്കില്ലാത്ത എന്തോ അവർക്കുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇന്നലെയാണോ ഇനിഞ്ഞാന്നാണോ, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നൊരു സഹോദരി എൻ്റെ യൂട്യൂബിലെ മെസ്സേജ് കണ്ട് പ്രാർത്ഥിക്കാനായി വിളിച്ചു. ആ സഹോദരി പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് ആ സഹോദരി പറഞ്ഞു, സിസ്റ്ററുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി വെളിപ്പാടുള്ള ഒരു ദൈവദാസിയാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ദൈവദാസി, ഒരു സഹോദരി അച്ചാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഭാഷയിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വൈഫ് കിഡുവാ കേട്ടോ. ഒരു ന്യൂ ജനറേഷൻ വാക്കുണ്ടല്ലോ, കിഡുവാ കേട്ടോ, കിഡു. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി അങ്ങനെ കൈമാറി. ഞാൻ പറഞ്ഞു വന്നത്, എന്തോ എക്സ്ട്രാ അവർക്കുണ്ടെന്നുള്ള ഫീൽ ഉള്ളത് കൊണ്ടല്ലേ. നിങ്ങൾക്ക് സത്യത്തിൽ എന്നോട് അസൂയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? എന്തോ ഒന്ന് സ്പെഷ്യൽ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാ. രാത്രികാലം ഞാൻ പറയാം, നിങ്ങൾ സ്പെഷ്യലാണെന്നേ. ഒരാമയും പറ, ഒരു ജീവനുള്ള ആമേൻ പറ ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്പെഷ്യലാണ്. ഇന്ന് രാത്രിയിൽ ആലയത്തിലായിരിക്കുന്ന, ഓൺലൈനിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തോടും സ്വർഗം എനിക്ക് തന്നിരിക്കുന്ന മുഴുവൻ അഭിഷേകത്തോടു കൂടി ഞാൻ പ്രവചിക്കാൻ തക്കൊണ്ട് തയ്യാറാകുന്നു. നിങ്ങളൊരു സ്പെഷ്യലാണ്. നിങ്ങളൊരു സ്പെഷ്യലാണ്. ആരൊക്കെ നിങ്ങൾ വേസ്റ്റ് ആണെന്ന് പറഞ്ഞാലും, നിങ്ങൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, ഒന്നിനും പറ്റത്തില്ലെന്ന് പറഞ്ഞാലും, തള്ളിക്കളഞ്ഞാലും, ഉപേക്ഷിച്ചാലും, സ്വർഗം സീൽ ചെയ്യുന്നു. അവൻ എനിക്ക് സ്പെഷ്യലാണ്. സ്വർഗം തുറന്നിട്ട് യേശുവിനെ വേണ്ടി പറയുന്ന ഒരു ദൂതുണ്ട്, ഒരു വാക്കുണ്ട്, ഒരു അറ്റസ്റ്റേഷൻ ഉണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ പുത്രിയാണ്, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ പുത്രന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അറ്റസ്റ്റേഷൻ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ ഹൃദയം തുറന്ന് പറയണം, എൻ്റെ സ്വർഗീയ പിതാവ് പറഞ്ഞു, അവൻ എൻ്റെ പ്രിയ പുത്രൻ.
നാം ദൈവത്തിൻ്റെ പ്രിയ പുത്രന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് ആ ഒരു അറ്റസ്റ്റേഷൻ നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിൽ തുടരണം, വെളിച്ചത്തിൽ തുടരണം. പ്രൈസ്. നമ്മുടെ വെളിച്ചം ആവശ്യമുള്ള, നമ്മളിൽ ക്രിസ്തുവിനെ ആവശ്യമുള്ള ഒരുപാട് പേർ അന്ധകാരത്തിലുണ്ട്. അവരെ പുറത്തെടുക്കാൻ നാം ജ്വലിക്കണം. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്താ എഴുന്നേൽക്കാത്തെ? എന്താ എഴുന്നേൽക്കാൻ തടസ്സം? പ്രൈസ് ദി ലോർഡ്. എന്താ എഴുന്നേൽക്കാൻ തടസ്സം? പറ, എന്താ തടസ്സം? കർത്താവ്, ഇന്ന കാര്യമുള്ളത് കൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. വചനം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വന്ന അനുഗ്രഹത്തെ പ്രാപിക്കാൻ എഴുന്നേൽക്കേ. നിങ്ങൾക്ക് നേരെ ദൈവം തന്നിരിക്കുന്ന നന്മ സ്വീകരിക്കാനൊന്ന് എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കാനുള്ള തടസ്സത്തെ നിങ്ങൾ കണ്ട് അതേറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കൂരിരുട്ട് ജാതികളെയും അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ജീവിതത്തിനകത്ത് അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്, അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആ വാക്ക് എനിക്ക് അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരാഗൃഹ പ്രമാണി ചോദിച്ചു, വിളിച്ച വിളി കേൾക്കണം, യജമാനന്മാരെ. പ്രൈസ് ദി ലോർഡ്. അന്യായത്തിന് കൂട്ടുനിന്നവൻ ഇപ്പൊ വിളിച്ച പേര് യജമാനന്മാരെ. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഇവർ യജമാനന്മാരാണെന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൊണ്ട് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ അഡ്രസ്സ് പുറത്തു വരുന്നേ. നിങ്ങളുടെ അഡ്രസ്സ് പുറത്തു വരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അഡ്രസ്സ് പുറത്തു വരുന്നത് വിളിച്ച വിളി യജമാനന്മാരെ. പ്രൈസ് ദി ലോർഡ്. മുമ്പ് പലതും വിളിച്ചില്ലേ, ഹൃദയത്തിൽ കൊള്ളാത്തത് വിളിച്ചില്ലേ? ഞാൻ പറയാം, യജമാനന്മാരെ എന്ന കാരാഗൃഹ പ്രമാണി വിളിച്ചതുപോലെ നിങ്ങൾക്കായി ഒരു നല്ല അഡ്രസ്സിനെ സ്വർഗത്തിലെ ദൈവം കൈമാറുകയാണ്. ചില പഴഞ്ചൊല്ലികൾക്ക് വിരാമം കുറിക്കും, ചില പഴഞ്ചൊല്ലികൾക്ക് വിരാമം കുറിക്കും. ആ പഴയ പഴഞ്ചൊല്ലില്ലേ, പ്രൈസ് ദി ലോർഡ്, ആ പഴയ പഴഞ്ചൊല്ലില്ലേ, അതങ്ങും മാറ്റിയിട്ട് ദൈവം പുതിയതിനെ തരികയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേക്കണം. ഓ, അവർ നശിച്ച കുടുംബമാണെന്നേ, ഒന്നിനു കൊള്ളാത്ത കുടുംബമാണെന്നേ, മനകസ്യാർത്ഥന ഒരുപാട് പറഞ്ഞില്ലേ, അതിനെ കർത്താവ് തിരിച്ചങ്ങ് എഴുതും. യജമാനന്മാരെ അടിച്ചപ്പം ഓർത്തില്ല ഇവരാരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് ഡ്രസ്സ് ഊരിയെടുത്തപ്പോൾ ഓർത്തില്ല ഇവരാരാണെന്ന്. ആ അഭിഷേകം കണ്ടപ്പോൾ മനസ്സിലായി ആരാണെന്ന്. ആ അഭിഷേകം തീരുമാനിക്കുന്ന നാം ആരാണെന്ന്. അഭിഷേകം തീരുമാനിക്കുന്ന നാം ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അച്ചാച്ചൻ എപ്പോൾ ശുശ്രൂഷകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണം പ്രയോജനപ്പെടാതെ വരും, വിദ്യാഭ്യാസം പ്രയോജനപ്പെടാതെ വരും, സൗന്ദര്യം പ്രയോജനപ്പെടാതെ വരും, അധികാരം പ്രയോജനപ്പെടാതെ വരും, ബന്ധങ്ങൾ പ്രയോജനപ്പെടാതെ വരും. ആ അഭിഷേകം നടുക്കടലിലും പ്രവർത്തിക്കും. ആ അഭിഷേകം പ്രയോജനപ്പെടാതെ വരച്ചില്ലെന്ന്. എന്തെല്ലാം പ്രയോജനപ്പെടാതെ വന്നാലും സ്വർഗം തന്ന അഭിഷേകം അത് പ്രയോജനപ്പെടാതെ വരത്തില്ല. അത് നടുകടലിലാണേലും പ്രവർത്തിക്കും. ആത്മാവിൽ കാത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ കാത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു കത്തൽ ഉണ്ടാകണമെന്ന്, വചനം കേൾക്കുമ്പോൾ രാവൽ ഉണ്ടാകണം, ചാടി പിടിക്കാനുള്ള ഒരു അഭിഷേകം ഉണ്ടാകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പം അതങ്ങ് ചാടി പിടിക്കാനുള്ള ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രയോജനപ്പെടാതെ വരത്തില്ല. അവരുടെ അഭിഷേകം, പ്രൈസ് ദി ലോർഡ്, ആ വാക്കിനെ തന്നെ തിരുത്തി. യജമാനന്മാരെ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നിങ്ങൾക്ക് ചിലത് മാനിക്കാൻ പോകുകയാണ്, ചിലത് തന്ന് നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിന് മുമ്പിൽ നിങ്ങൾ എന്തൊക്കെയോ ആണെന്ന് കർത്താവ് തെളിയിക്കും. എന്തൊക്കെയാണെന്ന് കർത്താവ് തെളിയിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെയും ശീലാസിനെയും കർത്താവ് പ്രദർശിപ്പിച്ചെങ്കിൽ അവന്റെ ആരാധന, അവരുടെ സ്തുതി, അവരുടെ സ്തോത്രം കാരാഗൃഹത്തിലുള്ള കാരാഗൃഹ പ്രമാണിയെ കുടുംബമടക്കം സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ പ്രതികൂലം ചിലതിനെ കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കാനാ.
അവർ ഈ കാരാഗൃഹത്തിലായത് പ്രൈസ് ദി ലോർഡ് അധിപതികളുടെ ബലമാണെന്നാണ് വിചാരിച്ചേ. അധിപതികളുടെ ബലമാണെന്ന് വിചാരിച്ച് അല്ല. അവർക്കൊരു യജമാനനുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്. അവരുടെ ദൈവം അറിയാതെ അവരുടെ ശരീരത്തിൽ തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചില അധിപതികളുണ്ട്, ഭരണകർത്താക്കൾ വിചാരിച്ചത് അവരുടെ അധികാരം കൊണ്ടെന്ന അല്ല. ദൈവം അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം കാരാഗൃഹം അവർക്ക് വേണ്ടി അനുവദിച്ചത് എന്തുകൊണ്ടെന്നറിയാമോ? കാരാഗൃഹ പ്രമാണി കുടുംബമായി യേശുവിനെ അറിയണം. കാരാഗൃഹത്തിലുള്ളവർ യേശുവിനെ അറിയണം. ബന്ധനത്തിലുള്ളവർ ബന്ധനത്തിന്റെ അകത്ത് പുറത്തു വരാൻ കൊണ്ട് തയ്യാറാകണം. പലപ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തെടുക്കാനാ. പലപ്പോഴും നമുക്ക് വേദന വരുന്നത് മറ്റുള്ളവരെ വേദനയിൽ നിന്നും പുറത്തെടുക്കാനാ. പൗലോസ് എന്താ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ബുദ്ധിമുട്ടിലിരിക്കുന്നുവെങ്കിലും അനേകരെ അവർ സഹായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വേദന അനുഭവിക്കുന്നുവെങ്കിലും അനേകരുടെ വേദനകൾ പുറത്തെടുക്കുവാൻ അവരെ സഹായിക്കുകയാണ്. ഇന്നു രാത്രിയിൽ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറാം. ദൈവം അനുവദിക്കാത്ത യാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. യാതൊന്നും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രികാലം അങ്ങനെ ആ ദൈവ പ്രവൃത്തി, പ്രൈസ് ദി ലോർഡ്, ആ വചനത്തിന്റെ നിവർത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് ഞാൻ നിങ്ങൾക്കായി കൈമാറാം. അവരവരെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം സ്നാനമേറ്റു. 34ാമത്തെ വാക്യം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, ഇതുവരെ അംഗീകരിക്കാത്തവർ അംഗീകരിക്കും, ഇതുവരെ കൈക്കൊള്ളാത്തവർ കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഈ അഭിഷേകമാണ് കൈക്കൊള്ളണമോ വേണ്ടമോ എന്ന് തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകമുള്ളതിനെ പ്രൈസ് ദി ലോർഡ് കൈക്കൊള്ളുമെന്നേ. പ്രൈസ് ദി ലോർഡ്. അവർ കൈക്കൊണ്ടു, വീട്ടിൽ കൈക്കൊണ്ടു. അടുത്ത വാക്ക്, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അപ്പോൾ ഒരു കുടുംബം ആനന്ദിക്കണമെന്ന് എന്തു വേണം? ദൈവത്തിൽ വിശ്വസിക്കണം. അവർ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. നിങ്ങൾക്ക് ആനന്ദം ഇഷ്ടമില്ലേ? അവർ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അപ്പം മനസ്സിലായി കാണും എന്താ വീട്ടിൻ്റെ അകത്ത് സന്തോഷം വെളിപ്പെടാത്തതെന്ന്, എന്താ ആനന്ദത്തിന് അനുഭവം ഇല്ലാത്തതെന്ന്. അവർ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അങ്ങനെ ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് കുടുംബമായിട്ട് കരം പിടിക്കും. നിങ്ങൾ വിശ്വസിച്ചോ? ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം കരം പിടിക്കും. അംഗീകരിക്കാത്തവർ അംഗീകരിക്കും, ഇതുവരെ വിളിക്കാത്തവർ വിളിക്കും, ഇതുവരെ തെരഞ്ഞു വരാത്തവർ തെരഞ്ഞു വരും, ഇതുവരെ അന്വേഷിക്കാത്തവർ അന്വേഷിച്ചു വരും. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. ദൈവപ്രവൃത്തി വ്യാപരിക്കാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും നടക്കട്ടെ. നാളുകളായി അന്വേഷിക്കാത്ത ചിലത്, നാളുകളായി തിരക്കാത്ത ചിലത്, എന്തുണ്ട് വിശേഷമെന്ന് പോലും ചോദിക്കുവാൻ താല്പര്യമില്ലാതെ മുഖം മറിച്ച് കളയുന്ന ചിലത് നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നല്ലോ. കൂട്ടുമടക്കം ആനന്ദിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചോ? ദൈവത്തിൽ വിശ്വസിച്ചോ? നിങ്ങളുടെ കുടുംബമടക്കം ആനന്ദിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. കണ്ണുകളെ അടച്ചാട്ടെ. ലക മന ധിയാമന. എല്ലാ ദൈവങ്ങളും ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേരുന്നാട്ടെ. എല്ലാ ദൈവങ്ങളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേരുന്നാട്ടെ. റിബാനക ധിയാമന. അല്പനിമിഷം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവജനം എഴുന്നേരുന്നാട്ടെ.